ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 7ാം ക്ലാസ് ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറഞ്ഞാൽ നദിയിലേക്ക് എത്ര ദൂരം അല്ലെ, ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഇന്ത്യൻ റൈറ്ററാണ്, ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം കൂടുതൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, കൂടുതൽ പോയംസ്, സ്റ്റോറീസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഏകദേശം 500ഓളം സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ഒരു നദിയിലേക്കുള്ള യാത്ര പോകുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഒരു കുട്ടി അവൻ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം എവിടേക്ക് പോകാണ്? നദിയിലേക്ക് പോകാണ് അല്ലെ. അപ്പൊ അവൻ ഈ നദിയെ കുറിച്ച് ധാരാളം അവന്റെ നാട്ടുകാരിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവൻ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഒറ്റയ്ക്ക് നദിയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. Soon the boy was in the valley, and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long, curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അപ്പൊ ഈ കുട്ടി അങ്ങനെ നദിയിലേക്കുള്ള യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവൻ എവിടെ എത്തി? ദ ബോയ് വാസ് ഇൻ ദി വാലി. അവൻ താഴ്വരയിലേക്ക് എത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റ് ഔട്ട് ആൻഡ് റോസ് അല്ലെ. താഴ്വരയിലേക്ക് എത്തിയപ്പോഴേക്കും ആ പാത വളരെ നേരെ. കാരണം എന്താണ്? അവൻ വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ് അവൻ സഞ്ചരിച്ചത്. ഇപ്പോ വാലിയിൽ എത്തിയപ്പോഴേക്കും ആ പാത നേരെയായി. He met a girl who was coming from the opposite direction. അങ്ങനെ ആ വാലിയിലൂടെ, ആ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവന് എതിർവശമായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. She held a long, curved knife with which she had been cutting grass. എന്താണ് ഇവിടെ പറയുന്നത്? ആ പെൺകുട്ടി ഇവന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു വരുന്നു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ കയ്യിൽ കർവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞ ആകൃതിയിൽ എന്തുണ്ടായിരുന്നു? ഒരു കത്തി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അരിവാളെന്നൊക്കെ പറയില്ലേ, എന്തിനാണ്? ഫോർ കട്ടിംഗ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് മുറിക്കുന്ന ഒരു അരിവാളുമായിട്ടാണ് ആര് വരുന്നത്? അവള് അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ദ ബാംഗിൾ ഷീ വോർ മേഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. എന്താണ്? അവളുടെ കയ്യില് ധാരാളം വളകളുണ്ട്. അപ്പോ അവള് നടക്കുമ്പോൾ അല്ലെ ഹാൻഡ്സ് ഇങ്ങനെ ചലിക്കും അല്ലെ, കൈകൾ ഇങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് അവളുടെ കുപ്പിവളകളുടെ ശബ്ദം കേൾക്കാം. And it was as though the hands spoke a language of their own. അപ്പൊ ഇവിടെ എന്താണ് എഴുത്തുകാരൻ പറയുന്നത്? ആ വളകൾ പരസ്പരം അന്യോന്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു അവള് നടന്നു വരുമ്പോ അവളുടെ കൈ ആടുന്നുണ്ട്. ആ കൈകൾ ആടുമ്പോ അവളുടെ കൈയിലെ കുപ്പിവളകള് ശബ്ദം ഉണ്ടാക്കുന്നു. ആ ശബ്ദം ഉണ്ടാക്കൽ എന്താണെന്നാണ് പറയുന്നത് ഓദർ ഇവിടെ? ആ കുപ്പിവളകള് പരസ്പരം സംസാരിക്കുകയാണ്. Okay, next. How far is to the river? Asked the boy. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. അങ്ങനെ അവൻ നദിയിലേക്ക് പോകുന്നത് വഴി ഒരു പെൺകുട്ടി അരിവാള് പിടിച്ചുകൊണ്ട് എതിരെ വരുന്നതായിട്ട് ചോദിച്ചു. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഇനിയും എത്ര ദൂരമുണ്ട്? എവിടേക്ക് എത്താൻ? നദിയിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടെന്ന് ആ കുട്ടി ആരോട് ചോദിക്കുകയാണ്? ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. ആദ്യം ആരോടാണ് ആ കുട്ടി ചോദിച്ചത്? ആദ്യം ഒരു മരം വെട്ടുകാരനോട് ചോദിച്ചു അല്ലെ, എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പൊ എന്താണ് മരം വെട്ടുകാരൻ പറഞ്ഞത്? 7 miles അല്ലെ, 7 മൈലോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് നദിക്കരയിലെത്താൻ. അപ്പോ അവൻ അങ്ങനെ അവൻ അവിടെ നിന്ന് കുറെ ദൂരം യാത്ര ചെയ്തു. എന്നിട്ട് അവസാനം ഒരു പെൺകുട്ടിനെ കണ്ടപ്പോ ചോദിച്ചു, ഇനിയും എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. Girl had obviously never been to the river, or she may have been thinking of another one. അപ്പൊ അവൻ പറയണ എന്താണ്? ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ആ നദിയെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ആ നദി അവള് കണ്ടിട്ടില്ല. പിന്നെന്താണ്? ഒന്നില്ലെങ്കിൽ അവള് മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആര് പറയണ? ഈ കുട്ടി പറയണം. അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ്? Because she said 20 miles without any hesitation. അപ്പോ ആ ആൺകുട്ടി ചോദിച്ചു അല്ലെ, എത്ര ദൂരം നദിയിലേക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഇവിടെ എത്രയാണ് പറഞ്ഞത്? 20 miles, 20 മൈൽ ദൂരമുണ്ടെന്ന് യാതൊരു മടി കൂടാതെ പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞു മരം വെട്ടുകാരനോട് ചോദിച്ചപ്പോൾ മരം വെട്ടുകാരൻ എന്താണ് പറഞ്ഞത്? 7 miles അല്ലെ, 7 മൈലോളം ദൂരേ ഉള്ളൂ എവിടെ നിന്ന്? അവന്റെ വീട്ടിൽ നിന്ന് എവിടെ എത്താനായിട്ട്? നദിയിലെത്താൻ. അങ്ങനെ പകുതി ദൂരം നടന്നെത്തി. അവളോട് ചോദിച്ചപ്പോ അവൾ എത്രയാണ് പറയുന്നത്? 20 miles അല്ലെ. അപ്പൊ ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ അവൾക്ക് ആ നദിയെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അവള് വേറെ എന്തോ ചിന്തിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും അവൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന്. The boy laughed and ran down the path. A parrot suddenly screeched.
It flew low over his head. A flash of red and green. The bird disappeared among the trees. അപ്പൊ എന്താണ്? The boy laughed and ran down the path. അപ്പൊ ഇവളുടെ ഈ മറുപടി കേട്ടിട്ട് അവന് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ആ താഴ്വരയിലൂടെ ബാക്കി ദൂരം അവൻ ഓടാൻ തുടങ്ങി. A parrot suddenly screeched, flew low over his head. അങ്ങനെ അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു തത്ത അവന്റെ തലയ്ക്ക് മുകളിലൂടെ എന്താണ് ശബ്ദമുണ്ടാക്കി പറന്നുപോയി. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. എന്താണ്? ആ തത്തേനെ കാണാൻ പറ്റിയോ അവന്? അല്ല, എന്താണ് അവൻ കണ്ടത്? അല്ലെ, ശബ്ദം കേട്ടു, തത്തയുടെ ശബ്ദം കേട്ടു. പിന്നെ അവൻ എന്താണ് കണ്ടത്? ഒരു ചുവപ്പും പച്ചയും കലർന്ന ഒരു വെളിച്ചം പെട്ടെന്ന് തന്നെ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതായിട്ടാണ് അവൻ തോന്നിയത്. The bird disappeared among the trees. അങ്ങനെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം നമുക്ക്. A trickle of water came from the hillside. The boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. A trickle of water came from the hillside. എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു അരുവി താഴേക്ക് പതിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെള്ളച്ചാട്ടം ഇല്ലേ എന്ന പോലെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് എന്ത് വരാൻ തുടങ്ങി? വെള്ളം ഒഴുകുന്നതായിട്ട് അവൻ കണ്ടു. And the boy stopped to drink. അപ്പോ അവിടെ എത്തിയപ്പോ അവൻ എന്ത് ചെയ്തു? അവന്റെ നടത്തം സ്റ്റോപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? ആ വെള്ളം കുടിക്കാൻ. എന്താണ്? അവൻ ഇത്ര ദൂരം നടന്ന് ക്ഷീണിച്ചാണ് എത്തിയേക്കുന്നത്. അപ്പൊ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. The water was cold and sharp but very refreshing. ആ വെള്ളത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തണുപ്പുള്ളതായിരുന്നു. റിഫ്രഷിംഗ് എന്ന് പറഞ്ഞാൽ ആ വെള്ളം കുടിക്കുമ്പോൾ നല്ല ഉന്മേഷം തോന്നുമായിരുന്നു. However, it seemed to have the effect of making him more thirsty. എന്താണ്? ആ വെള്ളം കുടിച്ചപ്പോൾ അവൻ എന്തായാലും ദാഹം കൂടി അല്ലെ? മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം കുടിച്ചപ്പോ അവന്റെ ദാഹം കൂടി. അവൻ ഒത്തിരി വെള്ളം കുടിക്കാൻ തുടങ്ങി അവിടെ നിന്നും. The sun was striking his side of the hill. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മല എന്തിനെ മറച്ചിരിക്കുകയായിരുന്നു? സൂര്യനെ മറച്ചിരിക്കുകയായിരുന്നു. ആ മലമുകളിൽ നിന്ന് ആര് പുറത്തേക്ക് വരാൻ തുടങ്ങി? സൂര്യൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ വെട്ടം എന്ത് തുടങ്ങി? കൂടാൻ തുടങ്ങി. And the dusty path became hotter. അല്ലെ, ആ പൊടി പിടിച്ച പാത എന്ത് ചെയ്തു? പെട്ടെന്ന് ഹോട്ടായി, പെട്ടെന്ന് ചൂടാവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? സൂര്യന്റെ ചൂട് കൂടിക്കൊണ്ടുവന്നു. കാരണം സൂര്യൻ മലമുകളിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. സൂര്യന്റെ വെളിച്ചം കൂടി, അതോടൊപ്പം ചൂടും കൂടാൻ തുടങ്ങി. ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പിടിച്ച പാതയൊക്കെ ചൂട് പിടിക്കാൻ തുടങ്ങി. ദ സ്റ്റോൺ സ്കോച്ചിങ് ദ ബോയ് ഫീറ്റ്. വഴിയിൽ ധാരാളം കല്ലുകളുണ്ട്. ആ കല്ലുകളൊക്കെ സൂര്യന്റെ ചൂടേറ്റ് ചുട്ടുപഴുത്തിരിക്കുകയാണ്. അപ്പോ ആ കല്ലിലൂടെ അവൻ നടന്നു പോയപ്പോ അവന്റെ കാല് പൊള്ളാൻ തുടങ്ങി. He was sure he had gone halfway. അല്ലെ, അവിടെ എത്തിയപ്പോ അവന് മനസ്സിലായി അവൻ എന്താണ്? പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. എവിടേക്ക് എത്താനുള്ളത്? നദിയിലേക്ക് എത്താനുള്ള പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി പകുതി ദൂരം മാത്രമേ ഉള്ളൂ എന്ന് അവൻ അവിടെ എത്തിയപ്പോ മനസ്സിലായി. He walked for over an hour. അല്ലെ, അവൻ ഇപ്പൊ നടത്തം തുടങ്ങിയിട്ട് എത്ര സമയം? ഏകദേശം 1 മണിക്കൂറായിട്ട് ആ കുട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിച്ചേരാനായിട്ട്? നദിയിൽ എത്തിച്ചേരാൻ. നെക്സ്റ്റ് നോക്കാം. Presently, he saw another boy ahead of him, driving a few goats down the path. അങ്ങനെ അവൻ വെള്ളം കുടിച്ചിട്ട് അല്ലെ, ആ മലനിരയിൽ നിന്ന് വരുന്ന ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയും അവന്റെ യാത്ര തുടങ്ങി. എവിടേക്ക്? നദിയിലേക്കുള്ള യാത്ര പിന്നെയും തുടങ്ങി. ആ യാത്ര പോകുന്ന വഴിക്ക് വേറൊരാളെ കണ്ടുമുട്ടി. ആരെയാണ് കണ്ടുമുട്ടിയത്? He saw another boy ahead of him. അല്ലെ, അവൻ മറ്റൊരു കുട്ടിയെ അവൻ പോകുന്ന വഴിക്ക് കണ്ടുമുട്ടി. ഡ്രൈവിംഗ് എ ഫ്യൂ ഗോസ് ഡൗൺ ദി പാത്ത്. അവൻ കാണുമ്പോ ആ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറച്ച് ആടുകളെ മേച്ച് അല്ലെങ്കിൽ ആടുകളെയും കൊണ്ട് പോകുന്ന ഒരു കുട്ടിയാണ് അവൻ കണ്ടത്. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ആസ്ക്ഡ്. അപ്പൊ ആ കുട്ടിനോടും അവൻ ചോദിച്ചു, ഇനി നദിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ആരോടൊക്കെയാണ് അവൻ വഴി ചോദിച്ചത്? നദിയിലേക്കുള്ള വഴി എത്ര പേരോട് ചോദിച്ചു? ഒന്ന് ആരോട് ചോദിച്ചു? ഒരു വുഡ് കട്ടർ, ഒരു മരം വെട്ടുകാരനോട് ചോദിച്ചു. രണ്ടാമത്തത് ഒരു ഗേൾ, ഒരു പെൺകുട്ടിനോട് ചോദിച്ചു. മൂന്നാമത്തത് ആരോടാണ് ചോദിച്ചത്? ആടുകളെ മേയ്ക്കുന്ന ഒരു ആൺകുട്ടിനോട് ചോദിച്ചു. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ആസ്ക്ഡ്. ഇനി എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് നദിയിൽ എത്തിച്ചേരാന്ന് അവൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ്.
The village boy smiled in a friendly way and said, അപ്പൊ ആ വില്ലേജിലുള്ള ചെറിയ കുട്ടിയാണ്, അവൻ എന്തിന് മേയ്ക്കാൻ വന്നിരിക്കുകയാണ്? ആടിനെ താഴ്വരയിൽ മേയ്ക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ആടിനെ മേയ്ച്ച് കണ്ട് അവൻ എവിടേക്ക് പോവാണ്? തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ആരെ കണ്ടത്? നമ്മുടെ ഈ കുട്ടീനെ കണ്ടത്. ആ ആടിനെ മേയ്ക്കുന്ന കുട്ടി വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സൗഹൃദത്തോടെ അവനോട് പെരുമാറി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഹോ നോട്ട് ഫാർ, അധിക ദൂരമൊന്നുമില്ല. എവിടേക്ക് എത്താനായിട്ട്? നദിയിലെത്താൻ. ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ. അല്ലെ, അടുത്തൊരു കുന്നുണ്ട്, അതൊന്ന് കറങ്ങി, അല്ലെ, അതൊന്ന് റൗണ്ട് അടിച്ച് നേരെ താഴേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാണാം? റിവർ കാണാമെന്ന് ആര് പറയാണ്? ആ കുട്ടി ഇവനോട് പറയാണ്. നെക്സ്റ്റ് നോക്കാം. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി unwrapping his loaf of bread and broken it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. എന്താണ് പറയുന്നത്? The boy is feeling hungry. അല്ലെ, ആ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം അവൻ 1 മണിക്കൂറായിട്ട് യാത്രയിലാണ്. എവിടേക്കുള്ള യാത്രയിലാണ്? നദിയിലേക്കുള്ള യാത്രയിലാണ്. അല്ലെ, ഒരുപാട് ദുർഘടം പിടിച്ച വഴിയിലൂടെ ഒക്കെ അവൻ യാത്ര ചെയ്തു. പിന്നെ എന്തുമാത്രമാണ് അവൻ കുടിച്ചത്? കുറച്ച് വെള്ളം. അല്ലെ, ഹിൽ സൈഡിൽ നിന്നുള്ള കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെയും അവൻ യാത്ര ചെയ്തു. അപ്പൊ യാത്ര പകുതി എത്തിയപ്പോ അവന് ഇപ്പം തുടങ്ങി വിശക്കാൻ തുടങ്ങി. Unwrap his loaf of bread and broken it in halves. അല്ലെ, അവൻ പോരുമ്പോ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലെ, പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? ആ ബ്രെഡിന്റെ പൊതി അഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്. അത് രണ്ടായി മുറിച്ചു. ആ ബ്രെഡ് രണ്ടായിട്ട് മുറിച്ചു. ഓഫറിംഗ് 1 portion to the village boy. അതിന്റെ ഒരു പകുതി അവനെടുത്തു, ബാക്കി പകുതി ആർക്ക് കൊടുത്തു? ആ വില്ലേജ് ബോയ്ക്ക് ഓഫർ ചെയ്തു, കൊടുത്തു. They sat on the hillside and ate in silence. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഹിൽ സൈഡ്, ആ കുന്നിന്റെ ചെരുവിൽ ഇരുന്നിട്ട് എന്ത് കഴിച്ചു? ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് എന്താന്ന് നോക്കാം. When they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. ഇവിടെ എന്താണ് പറയുന്നത്? When they had finished, അങ്ങനെ അവർ രണ്ടുപേരും എന്ത് കഴിക്കായിരുന്നു? ആ താഴ്വരയിൽ ഇരുന്നിട്ട് ബ്രെഡ് കഴിക്കായിരുന്നു. അങ്ങനെ ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ എന്ത് ചെയ്തു? They walked on together and began talking and talking. അപ്പൊ അങ്ങനെ ബ്രെഡൊക്കെ കഴിച്ച് രണ്ടുപേരും എന്ത് ചെയ്തു? അവിടെ നിന്നും എവിടേക്ക് പോകാൻ തുടങ്ങി? നദിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. The boy did not notice the smarting of his feet. ഒപ്പം നടക്കാനായിട്ട് ഒരു കൂട്ട് കിട്ടിയപ്പോ അവൻ എന്തറിഞ്ഞില്ല? അവന്റെ ആ കാലിന്റെ വേദന അറിഞ്ഞില്ല. കാലിന്റെ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവന് അല്ലെ ചൂടുള്ള പാറയുടെയും ആ പുല്ലിന്റെ ഒക്കെ തണുപ്പറിഞ്ഞ് നടക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ എന്തുപയോഗിക്കാറില്ല? ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കാതെ ഇത്ര ദൂരം സഞ്ചരിച്ചപ്പോ അവന്റെ കാല് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടെ നടക്കാന് ഒരു കൂട്ടുകാരനെ കിട്ടി. അവരോട് വർത്താനം പറഞ്ഞ് നടക്കുമ്പോ അവൻ എന്തറിഞ്ഞില്ല? അവന്റെ കാലിലെ വേദന അറിഞ്ഞില്ല. And the heat of the sun, എന്താണ്? സൂര്യന്റെ ചൂടറിഞ്ഞില്ല. And the distance he had covered, അവൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിനെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല. And the distance he had yet to cover, ഇനി എത്ര ദൂരം സഞ്ചരിക്കാനുള്ളതിനെ കുറിച്ചും അവൻ ചിന്തിക്കില്ല. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂട്ടുകാരനെ കിട്ടിയപ്പോൾ ഒരുപാട് സംസാരിച്ച് അവര് നടക്കുകയാണ്. But after some time, his companion had to diverge along another path. അങ്ങനെ കുറെ ദൂരം ഒരുമിച്ച് സഞ്ചരിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഹിസ് കമ്പാനിയൻ, അവിടെ അവന്റെ കൂടി ഉണ്ടായിരുന്ന വില്ലേജ് ബോയ് ഇല്ലേ, ആ ആടുകളെ മേച്ചിരുന്ന വില്ലേജ് ബോയ്, അവൻ എന്ത് ചെയ്തു? അതിലേക്ക് വഴി മാറി അവൻ സഞ്ചരിക്കാൻ തുടങ്ങി. ആര്? വില്ലേജ് ബോയ്. And the boy was once more his own. അങ്ങനെ അവൻ പിന്നെയും ഒറ്റയ്ക്കായി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. He missed the village boy. He could not be seen. His own home was also hidden from the view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അപ്പൊ ആ കുട്ടിക്ക് ആ വില്ലേജ് ബോയിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്? ഇത്ര ദൂരം കൂട്ടായി അവനോട് സംസാരിച്ച് നടക്കാൻ ആരുണ്ടായിരുന്നു? ആ വില്ലേജ് ബോയ് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവന്റെ വീടെത്തിയപ്പോ അവൻ മറ്റൊരു വഴിയിലൂടെ എവിടേക്ക് പോയി? വീട്ടിലേക്ക് പോയി. He could not be seen. ഇപ്പൊ നോക്കുമ്പോ അവൻ ആ വഴിയില് കാണുന്നില്ല.
His own home was also hidden from the view by the side of the mountain. ആ മല അവിടെ നിൽക്കുന്നത് കാരണം അവനെയും അവന്റെ വീടും ഇപ്പോ കാണാൻ സാധിക്കുന്നില്ല. The river was not in the sight either. അല്ലെ, ആ മലയുടെ അടുത്തെത്തിയിട്ട് കൂടി എന്ത് കാണാൻ സാധിക്കുന്നില്ല? റിവർ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്താണ്? ആ മല ഒരു കറക്കം കറങ്ങി നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? റിവറിലേക്കാണ്, അല്ലെ, നദിയിലേക്കാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ആ മൗണ്ടെയിൻ, അല്ലെ, ആ മലയുടെ അടുത്തെത്തിയിട്ട് കൂടി എന്ത് കാണാൻ സാധിക്കുന്നില്ല? അകലെ നിന്നും ദൂരെ നിന്ന് പോലും ആ പുഴയൊന്ന് കാണാൻ അവന് സാധിക്കുന്നില്ല. അപ്പൊ അവനെന്തായി? വിഷമമായി. The river was not in the sight either. He began to feel discouraged. അവന് വിഷമമാവാൻ തുടങ്ങി. He was sorry he had finished the bread. He might want it later. പിന്നെ ഒരു കാര്യത്തിനും കൂടി അവൻ വിഷമമായി. എന്താണ്? അവന്റെ ബ്രെഡ് കഴിച്ചതിൽ, അല്ലെ, ഇപ്പൊ കഴിക്കണ്ടായിരുന്നു എന്ന് അവന് തോന്നി. കാരണം എന്താണ്? അല്ലെ, ഇത്രയും ദൂരം പിന്നെ അവന് വീണ്ടും സഞ്ചരിക്കാനുള്ളതാണ്. എവിടേക്ക്? വീട്ടിലേക്ക്. അപ്പൊ കുറച്ച് മാത്രം കഴിച്ചാൽ മതി എന്ന് തോന്നി. ഇപ്പൊ എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവന് ഭയങ്കര വിഷമമാണ്, അല്ലെ. അവൻ ഒറ്റയ്ക്ക് അത്രയും ദൂരം വളരെ എൻജോയ് ചെയ്തിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവന്റെ ഒറ്റ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ നദിയിലേക്ക് എത്തിച്ചേരുന്നതെന്ന്, അല്ലെ. ഏത് പാതയിലൂടെയും പോവാൻ അവൻ റെഡിയായിരുന്നു. പിന്നെ അവൻ കൂട്ടിനൊരാളെ കിട്ടി, അല്ലെ. അവൻ കുറച്ചു കഴിഞ്ഞ് അവൻ വേറൊരു വഴി അവന്റെ വീട്ടിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവന് വിഷമമാവാൻ തുടങ്ങി. എന്തിനൊക്കെയാണ് വിഷമമാവാൻ തുടങ്ങിയത്? ഒന്നാമത്തേത് ആ വില്ലേജ് ബോയ് പോയതിന് വിഷമമാണ്. പിന്നെന്താണ്? ആ മലയുടെ അടുത്തെത്തിയിട്ട് കൂടി അകലെ നിന്ന് പോലും എന്ത് കാണാൻ സാധിക്കുന്നില്ല? നദി കാണാൻ സാധിക്കുന്നില്ല. പിന്നെന്താണ്? ആ ബ്രെഡ് മുഴുവനും കഴിക്കണ്ടായിരുന്നു. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ അവന് ഒരുപാട് ആലോചിച്ച് അവന് വിഷമമായി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. He was determined to see the river. He walked on along the hot, dusty, stony path past mud huts and terraced field, until there were no more field or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks, bramble and flowers, only silence. അപ്പൊ ഈ പാരഗ്രാഫില് കാർഡിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. അപ്പോ കുട്ടിക്ക് കുറെ കാര്യങ്ങൾക്ക് വിഷമം തോന്നിയെങ്കിലും ആ നദി കാണാനുള്ള ആഗ്രഹം ഇപ്പോഴും അവനുണ്ട്. അവൻ എന്റെ വിഷമൊക്കെ ആയെങ്കിലും ആ നദി കാണാനുള്ള ആഗ്രഹം അവൻ ഉപേക്ഷിക്കുന്നില്ല. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദി ഹോട്ട്. അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. എന്തിലൂടെ? ആ ചൂടിലൂടെ, ഡസ്റ്റി, ആ പൊടിയിലൂടെ, സ്റ്റോണി പാ എന്ന് പറഞ്ഞ കല്ല് നിറഞ്ഞ പാതയിലൂടെ, അല്ലെ, ചൂട് പിടിച്ച പൊടി പിടിച്ച കല്ല് നിറഞ്ഞ പാതയിലൂടെ അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. പാസ്റ്റ് മഡ് ഹാർട്സ് ആൻഡ് ടെറൈസ്ഡ് ഫീൽഡ്, അല്ലെ, ആ ചെളി പിടിച്ച വഴിയിലൂടെയും ടെറൈസ്ഡ് ഫീൽഡ്, അല്ലെ, ആ ഫീൽഡിലൂടെയും ഒക്കെ അവൻ നടക്കാൻ വീണ്ടും വീണ്ടും തുടങ്ങി. Until there were no more field or huts, only forest and suns and loneliness. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ എന്താണ്? വേറെ ഫീൽഡ്, അങ്ങനെ ഫീൽഡോ ഹട്ട്സോ ഒന്നും കാണുന്നില്ല, അല്ലെ, നിലങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പൊ എന്താണ് കാണുന്നത്? ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. ഇപ്പൊ അവൻ എവിടേക്ക് കയറി? ഫോറസ്റ്റിന്റെ അകത്തേക്ക് കയറി, അല്ലെ, കാടിന്റെ അകത്തേക്ക് കയറി. ഇപ്പൊ അവന്റെ ഒപ്പം ആരൊക്കെയാണുള്ളത്? ഫോറസ്റ്റ് ഉണ്ട്, സൺ, സൂര്യനുണ്ട്, ആൻഡ് ലോൺലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശബ്ദതയുമാണ് അവന് കൂട്ടിനായിട്ടുള്ളത്. Now there was no man or any sign of man influence. എന്ന് വെച്ചാൽ ആ കാട്ടില് ഇപ്പൊ ഒരു മനുഷ്യജീവി പോലും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? ആ കുട്ടി മാത്രമേ ഉള്ളൂ. എനി സൈൻ ഓഫ് മാൻ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ആ കാട്ടില് മാനിന്റെ ഇൻഫ്ലുവൻസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുന്ന സ്ഥലമല്ല, അല്ലെ, ആ കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും വരാത്ത, ജനങ്ങൾ വരാത്ത ഒരു സ്ഥലമാണത്. അപ്പോ മാന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് ഒരാൾക്ക് വരാനോ ഒന്നും സാധിക്കാത്തൊരു സ്ഥലമാണ്. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്, അല്ലെ, ആ കാടിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഓൺലി ട്രീസ്, കുറെ മരങ്ങൾ, പിന്നെ ആൻഡ് റോക്സ്, കുറെ പാറക്കൂട്ടങ്ങൾ, ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളുള്ള കുറെ ചെടികളും, ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുപുഷ്പങ്ങളുമാണുള്ളത്. ആൻഡ് ഓൺലി സൈലൻസ്, പിന്നെന്താണുള്ളത്? നിശബ്ദതയുമാണ്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ട്രീസ്, ഒരുപാട് മരങ്ങളുണ്ട്, റോക്സ്, കുറെ പാറക്കൂട്ടങ്ങളുണ്ട്, ആൻഡ് ബ്രാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾച്ചെടികളുണ്ട്, ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുപുഷ്പങ്ങളുണ്ട്, പിന്നെന്താണ് ഉള്ളത്? നിശബ്ദതയുമാണ് കൂട്ടിനുള്ളത്. The silence was impressive and a little frightening. It was different from the silence of the room or street. It was the silence of space, of the unknown, the silence of God. അപ്പൊ എന്താണ് പറയുന്നത്? ദ സൈലൻസ് വാസ് ഇംപ്രസീവ്. ആ സൈലൻസ്, ആ നിശബ്ദത കുറച്ചൊരു ഇംപ്രസീവ് ആണ്. കാരണം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തതാണ്.
ആ കാടിന്റെ നിശബ്ദത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്താണ്. അപ്പൊ അവനൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി. ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റൻ, അല്ലെ കുറെ നേരം കഴിഞ്ഞപ്പോ കുറച്ച് ഈ നിശബ്ദത കൂടി വന്നപ്പോ അവന് പേടിയാവാൻ തുടങ്ങി. ഇറ്റ് വാസ് ഡിഫറെന്റ് സൈലൻസ് ഫ്രം ദി റൂം ഓർ സ്ട്രീറ്റ്. ഈ നിശബ്ദത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ്. എന്തിനേക്കാളും നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും, അല്ലെ ഒരു സ്ട്രീറ്റിൽ ഒരു തെരുവില് തനിച്ച് നിൽക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണ് കാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുക, അല്ലെ നിശബ്ദതയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇറ്റ് വാസ് ദി സൈലൻസ് ഓഫ് സ്പേസ് ഓഫ് അൺനോൺ, ദി സൈലൻസ് ഓഫ് ഗോഡ്, അല്ലെ ഇത് ചിലപ്പോ ദൈവത്തിന്റെ സൈലൻസ് ആയിരിക്കാമെന്നാണ് അവൻ പറയുന്നത്. നെക്സ്റ്റ് എന്താ നോക്കാം നമുക്ക്. Then as the boy round a sharp bend, the silence broke into sound, a sudden roaring sound, the sound of the river. അപ്പൊ എന്താണ് പറയുന്നത്? Then the boy round a sharp bend. അപ്പൊ ഇത്ര നേരം അവൻ എവിടെയാണ്? കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പൊ കാടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അവൻ എവിടെ എത്തി? കാടൊക്കെ കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞ് ഒരു ഷാർപ്പ് ബെൻഡ്, കുത്തനെയുള്ള ഒരു വഴിയിൽ നിൽക്കുകയാണ്. The silence broke into റൗണ്ട്, അല്ലെ അവിടെ വെച്ചിട്ട് ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ കാടിന്റെ ആ നിശബ്ദത മാറിക്കിട്ടി. ഇപ്പൊ എന്താണുള്ളത്? എ സഡൻ റോറിംഗ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരമ്പലിന്റെ ശബ്ദം ആ വഴിയിൽ എത്തിയപ്പോ അവന് കേൾക്കാൻ സാധിച്ചു. എന്തിന്റെ ഇരമ്പലാണ്? ദ സൗണ്ട് ഓഫ് ദി റിവർ, പുഴ ഒഴുകുന്നതിന്റെ ഇരമ്പൽ അവന് കേൾക്കാമായിരുന്നു. ഇത്രയും നേരം അവൻ എവിടെയാണ്? കാട്ടിലായിരുന്നു, അല്ലെ കാട്ടില് ഭയാനകമായ എന്താണുള്ളത്? സൈലൻസ് ആണ് ഉണ്ടായത്. ആ സൈലൻസ് ഒക്കെ ഇപ്പൊ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ അവൻ എന്താണ്? ആ കുട്ടി പറഞ്ഞിരുന്നു ആ കുന്നൊന്ന് വട്ടം ചുറ്റി നേരെ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞ് നദിയിലേക്കാണ്. ഇപ്പോ അവൻ ആ വട്ടം ചുറ്റി ഇപ്പൊ എവിടെ എത്തിയേക്കാണ്? ആ നദിയിലേക്ക് പോകുന്ന ആ വഴിയിൽ എത്തിയേക്കാണ്. Far down in the valley, the river trembled over the rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. Far down in the valley, the river trembled over the rocks. ആ താഴ്വരയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്ത് കാണാമായിരുന്നു? ആ റിവർ, അല്ലെ ആ പുഴ ഒഴുകുന്നത് ഇപ്പൊ അവന് കാണാൻ സാധിക്കും. ദ ബോയ് gasped and began to run, അല്ലെ അവൻ ആ പുഴ അവിടെ എത്തി കണ്ടപ്പോ അവന് വളരെ സന്തോഷം തോന്നി. gasped എന്ന് പറഞ്ഞാൽ അവന് ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് began to run, അല്ലെ ഇപ്പൊ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? ആ നദിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. He slipped and stumbled, but he ran, അല്ലെ അവൻ ഓടുന്ന വഴിയിൽ തന്നെയുള്ള വഴിയാണ് എവിടേക്കുള്ളത്? നദിയിലേക്ക്. അപ്പൊ എന്താണ്? അകലെ നിന്നും എന്ത് കണ്ടപ്പോ? പുഴ കണ്ടപ്പോ അവൻ സന്തോഷം സഹിക്കവയ്യാണ്ട് അവനിപ്പോ പുഴയിലേക്ക് ഓടുകയാണ്. അപ്പൊ ഓടുന്ന വഴിയിൽ അവൻ ഒത്തിരി പ്രാവശ്യം അല്ലെ തെന്നി വീണിട്ടുണ്ട്. അപ്പൊ തെന്നി വീണിട്ടും ബട്ട് ഹി സ്റ്റിൽ റൺ, അല്ലെ തെന്നി വീണിട്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അവൻ എവിടേക്ക് ഓടാൻ തുടങ്ങി? നദിയിലേക്ക് ഓടാൻ തുടങ്ങി. Then he was ankle deep in painfully cold mountain water. അങ്ങനെ അവൻ നദിയിലെത്തിയപ്പോൾ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൈൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നദിയിലെ വെള്ളം എന്താണ്? പെയിൻഫുള്ളി കോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ എത്തി? നദിയിലെത്തി. നദിയിൽ അങ്ങനെ കാല് വെച്ച് നിൽക്കാൻ തുടങ്ങി. ആ വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? പെയിൻഫുള്ളി കോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ തണുപ്പ് കൊണ്ട് നമുക്ക് വേദന എടുക്കും. അത്ര തണുപ്പാണ് എന്തിനുള്ളത്? ആ വെള്ളത്തിനുള്ളത്, അല്ലെ അപ്പൊ ആ വെള്ളത്തില് കാലിട്ടവൻ നിൽക്കാൻ തുടങ്ങി. ആൻഡ് ദി വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. ആ വാട്ടർ എന്ത് കളറൊക്കെയാണ് അവന് തോന്നിയത്? ബ്ലൂ കളറായിട്ടും വൈറ്റ് കളറായിട്ടും വളരെ മനോഹരമായിട്ടാണ് ആ നദി തോന്നിയത്, അല്ലെ ഇപ്പൊ നദിയിലെത്തി. നമ്മള് ആ രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൂരേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കളറായിരിക്കുള്ളൂ? പുഴയ്ക്ക് നീല കളറായിരിക്കുള്ളൂ, അല്ലെ നമ്മള് വെള്ളം അടുത്ത് നിന്ന് കാണുമ്പോ എന്ത് കളറായിരിക്കുള്ളൂ? വൈറ്റ് കളർ. വൈറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് കളറില്ല, എന്നിട്ടും കൂടി നമ്മൾ എന്താ പറയുന്നത്? വൈറ്റ് കളറാണെന്ന് പറയില്ല. എന്ന പോലെ തന്നെ അവന് നദി ബ്ലൂ കളറായിട്ടും വൈറ്റ് കളറായിട്ടും വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോ നമ്മളുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.